ഹലോ എവ്രി വൺ. നമ്മളുടെ സയൻസ് ആൻഡ് ടെക്നോളജി പീക്കിലാണല്ലേ. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫൊക്കെ സ്മാർട്ടാണ്. സോ നമ്മൾ അതുകൊണ്ടും നമ്മുടെ ജേണി അവസാനിപ്പിക്കുന്നില്ല. എത്രത്തോളം സ്മാർട്ട് ആക്കാൻ പറ്റുമോ അത്രത്തോളം സ്മാർട്ട് ആൻഡ് ഷോർട്ട് ട്രിക്സ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ മീഡിയ ഒക്കെ എന്താണ്, വാട്സാപ്പിലൂടെയാണ്. അപ്പോൾ നമ്മൾക്കറിയാം ഒരുപാട് സോഷ്യൽ മീഡിയാസ് ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് വളരെ ഒരുപാട് കാര്യങ്ങൾക്ക് വാട്സാപ്പ് ഉപയോഗിക്കുന്നുണ്ട്. വാട്സാപ്പ് ഫോർ മാർക്കറ്റിംഗ്, ബിസിനസ് പർപ്പസിനെല്ലാം. അപ്പോൾ നമ്മൾക്കറിയാം വാട്സാപ്പും ഫേസ്ബുക്കും ഒക്കെ ലിങ്ക്ഡ് ആണെന്ന്. അപ്പോൾ നേരിട്ട് തന്നെ കാര്യത്തിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ആ വീഡിയോ സെഷൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വാട്സാപ്പിലുള്ള കോൺടാക്ട്സിനെയൊക്കെ എങ്ങനെ നമുക്ക് എക്സൽ ഷീറ്റിലോട്ട് ഡയറക്റ്റ്ലി ഡൗൺലോഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിന് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് പിന്നെ അപ്ലോഡ് ചെയ്യാനും വേറെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനും വാട്സാപ്പ് മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കാനും വളരെ യൂസ്ഫുൾ ആയിരിക്കും. അല്ലാതെ നമുക്ക് ഇതെല്ലാം ടൈപ്പ് ചെയ്തുണ്ടാക്കുന്നതൊന്നും ദാറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ. അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതുമായിട്ട് നിങ്ങളോട് ഇത് ഷെയർ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഓക്കെ. അപ്പോൾ രണ്ട് മെത്തേഡാണ് ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നമ്മൾക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും നമ്മളുടെ കോൺടാക്ട് സേവർ ഫോർ വാട്സാപ്പ് എന്ന് പറയുന്ന ഗൂഗിൾ ക്രോമിലെ പല എക്സ്റ്റൻഷൻസ് അറിയാമല്ലോ, ഞാൻ തന്നെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിലത്തെ കോൺടാക്ട് സേവർ ഫോർ വാട്സാപ്പ് എന്നുള്ള എക്സ്റ്റൻഷൻ നമ്മൾക്ക് ഉപയോഗിക്കാം. പക്ഷെ അത് പെയ്ഡ് വേർഷനാണ്. അപ്പോൾ പെയ്ഡ് വേർഷൻ അല്ലാത്ത ഒരു ഓപ്ഷനും കൂടി ഉണ്ട്, അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അല്ല, ബാക്കപ്പ് കോൺടാക്ട്സ് ടു എക്സൽ ഫോർ വാട്സാപ്പ് മൊബൈൽ ആപ്പാണ്. അത് വളരെ യൂസ്ഫുള്ളാണ്, സിമ്പിളാണ്, നമുക്ക് പർച്ചേസിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ അതിൻ്റെ ഫ്രീ വേർഷനിൽ ചിലപ്പം നമുക്ക് എന്താ പറയുക ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കാമെങ്കിൽ കൂടി നമുക്ക് നമ്മുടെ ടാസ്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് ഇതിൽ വേറെയുള്ള ആപ്സൊക്കെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ 100 കോൺടാക്ട്സ് വരെ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ ചെയ്ത് തന്നെ 500 എബോവ് ഉള്ളതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം എല്ലാ സംഭവങ്ങളും നമുക്കതിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് തന്നെ എൻ്റെ ഈ ഫോണിലുള്ള എല്ലാ കോൺടാക്ട്സിനെ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി എക്സ്പോർട്ട് ബട്ടണാണ് ഇപ്പോൾ പ്രസ് ചെയ്തിരിക്കുന്നത്. അതിപ്പോൾ എക്സ്പോർട്ട് എന്നുള്ള പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഫോണിലുള്ള ഏതൊക്കെയാണോ കോൺടാക്ട്സിൽ അതെല്ലാം ഇപ്പോൾ സേവ് ആയി കഴിഞ്ഞു. എക്സൽ ഫോർമാറ്റിലാണ് ഇത് സേവ് ആവുക ഏതൊക്കെയാണുള്ളത്. അപ്പോൾ എനിക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ അത് എക്സൽ ഫയലാണല്ലോ, ഓഫീസ് ആപ്പ് ഉപയോഗിച്ചിട്ട് ഞാൻ ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടോ, ഇങ്ങനെയാണ്. അതിൽ സീരിയൽ നമ്പർ ഉണ്ട്, നെയിം ഉണ്ട്, ആരാണെന്നുള്ളതുണ്ട്. ഒരു ഇമെയിൽ ID പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുണ്ടായിരിക്കും. അവർ അതിൽ കൂടെ സെറ്റിങ്സിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുണ്ടാവും. അഡ്രസ്സ് ഇതൊന്നുമില്ല, പക്ഷേ അവരുടെ മൊബൈൽ നമ്പർ. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് വളരെ റെഡിയായിട്ട് വൃത്തിയായിട്ട് നമുക്ക് എക്സൽ ഫോർമാറ്റിൽ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫീച്ചറാണ്. അതുതന്നെ വളരെ ഈസി. ഇപ്പോൾ നമുക്ക് 1000 2000 കോൺടാക്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്തുണ്ടാക്കുന്നത് ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. നമ്മൾ മാനുവലി ചെയ്യുമ്പോൾ എറേഴ്സ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കണ്ടു, ഇത് ഇത്രയും കോൺടാക്ട്സ് വളരെ നീറ്റായിട്ട് നമുക്ക് വിത്തിൻ സെക്കൻഡ്സ് എവറിത്തിങ് എക്സ്പോർട്ടഡ്. സോ ദിസ് ഈസ് എ വണ്ടർഫുൾ ഫീച്ചർ ഓഫ് ദിസ് ആപ്പ്. ഇനി ഈ ഫീച്ചറിൽ ഇതല്ലാണ്ട് ഈ കോൺടാക്ട്സ് ഒക്കെ നമുക്ക് എക്സ്പോർട്ട് ചെയ്തു. ഇതല്ലാതെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അത് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ 2 ഓപ്ഷൻസ് കാണാൻ പറ്റും. ആ ഓപ്ഷൻസിൽ ഒന്നാണ് ഇമ്പോർട്ട് എക്സൽ ആൻഡ് എക്സ്പോർട്ട്. ഇപ്പോൾ നമ്മൾ ചെയ്തതാണ് എക്സ്പോർട്ടാണ് ചെയ്തത്. ഇനി ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഇമ്പോർട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് സെലക്ട് ഫയൽ വരും. ആ സെലക്ട് ഫയലിൽ പോയിട്ട് പക്ഷേ അത് എക്സൽ ഫോർമാറ്റിലായിരിക്കണം. അപ്പോൾ ആ ഒരു ലൊക്കേഷനിൽ പോയിട്ട് നമ്മൾ ആ ഒരു എക്സൽ ഫയൽ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കോൺടാക്ട്സിനെ നമ്മുടെ വാട്സാപ്പിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത് വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഓക്കെ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക, ഷെയർ ചെയ്യുക. പിന്നെ ഒരു കാര്യം ചെയ്യുക, എനിക്ക് ന്യൂ ഇയർ ഗിഫ്റ്റായി നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, വാച്ച് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.